ആയിട്ടില്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. Can you hear me? Good morning, Miss. Good morning. ഇതൊന്ന് കേൾക്കും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? Can you hear me? Yes. Okay. Miss, കേൾക്കുന്നില്ല. നമുക്ക് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലാസ് തുടങ്ങാൻ ലേറ്റ് ആയത് കേട്ടോ. നെറ്റ് സ്റ്റേബിൾ അല്ലായിരുന്നു, പക്ഷെ ഇപ്പാണ് റെഡി ആയത്. Okay, let us start. Are you ready? Yes. Okay. In our last class, we are discussing about spelling bee. Okay. അപ്പോ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഒരു ക്ലാസ്സിൽ ഹോംവർക്ക് തന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിന്റെ അന്നത്തെ ഡേയോ കൂടിപ്പോയ നെക്സ്റ്റ് ഡേ അതിനുള്ളിൽ തന്നെ എല്ലാവരും ഹോംവർക്ക് സെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ. കുറെ പേര് കറക്റ്റ് ടൈമിൽ സെൻഡ് ചെയ്തു, പക്ഷെ മറ്റുള്ളവര് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് വരെ ഒരു ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹോംവർക്ക് കറക്റ്റ് ടൈമില് അന്നത്തെ ഹോംവർക്ക് അന്ന് തന്നെ ചെയ്തിട്ട് അയക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് കുറെ ക്ലാസ് ഉണ്ട്, എല്ലാത്തിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. അന്നത്തെ ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ, അതിൽ കൂടുതൽ ഡിലേ ആവാൻ പാടില്ല ഹോംവർക്കിന്റെ കാര്യം. ഓക്കെ. ഓക്കെ. Okay, let us start. We are discussing about spelling bee in our last class. നമ്മൾ കുറെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തു അല്ലേ? അതിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ആദ്യത്തെ 10 എണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ദെൻ നെക്സ്റ്റ് 10 എണ്ണം ഉണ്ട്. അതായത് 11th one is calendar അല്ലേ? calendar എന്നുള്ള വേർഡ് ആണത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. CALANDER അല്ലേ? അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? CALENDER എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? CALENDER. ഓക്കെ. ദെൻ കാർപെന്റർ അല്ലേ? കുറെ പേരത് കാർപ്രിന്റർ എന്നൊക്കെയാണ് ഹോംവർക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് കാർപെന്റർ. ഓക്കെ. CARPENTER. ഓക്കെ. ദെൻ ഡോട്ടർ DAUGTER ആണ് കൊടുത്തിട്ടുള്ളത്. DAUGHTER. ഓക്കെ. ഹോംവർക്കിൽ മിസ്റ്റേക്ക് ഉള്ളവരോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ പേര് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പേര് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്നത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കറക്റ്റ് ചെയ്യുക. ഓക്കെ. ദെൻ പാസഞ്ചർ PASSANGER ആണ് പാസഞ്ചർ കൊടുത്തിട്ടുള്ളത്. PASSENGER ആണ് പാസഞ്ചർ. ഓക്കെ. PASSENGER.
Then noodle. Noodle ആണത്. കുറെ പേർക്ക് അത് noodle എന്താണെന്ന് മനസ്സിലാവാതെ എഴുതാതെ ഒക്കെ കുറെ പേര് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. NOODLE. അവിടെ ഷഫിൾ ചെയ്ത് കൊടുത്തത് NOODEL എന്ന് കൊടുത്തത് DLE എന്നാണ്. അത്രേ ചേഞ്ച് ഉള്ളൂ. Then energy. അതൊക്കെ സിമ്പിൾ വേർഡ്സ് ആണ്, നമുക്ക് അറിയുന്ന വേർഡ്സ് ആണ് അല്ലേ. എനർജി. ENERGY. എനർജി. ENRGY ആണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ENERGY. എനർജി. Then next one is famous. FAMUS ആണ് കൊടുത്തിട്ടുള്ളത്. MOUS ആണ്. FAMOUS. Famous. Okay. Then pollution. POLLUTTION ആണ് കൊടുത്തിട്ടുള്ളത്. POLLUTION ആണ്. POLLUTION. Environment. Next word is environment. Okay. ENVIRNMENT. Then correct spelling ENVIRONMENT. Environment. Okay. Then last one is currency. CURRENCY ആണ് കൊടുത്തിട്ടുള്ളത്. CURRENCY ആണ് correct spelling. Okay. CURRENCY. Okay. Correct അല്ലേ ഇത്ര എല്ലാവരും? Okay. Okay. Then താഴെ. Okay. Then next കൊടുത്തിട്ടുള്ളത് a recent finding suggests that if the first and the last letter of a word remains the same and the other letters are mixed up അല്ലേ. ഫസ്റ്റും ലാസ്റ്റും ഉള്ള ലെറ്റേഴ്സ് ഒക്കെ സെയിം ആണ്, അതർ ലെറ്റേഴ്സ് മാത്രം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വേർഡ്സിൽ. ഓക്കെ. The word can still be read easily. Try it out yourself. Write the correct spelling. Okay. ഇത് എന്താണ് കറക്റ്റ് ചെയ്യല്ലേ. ഫസ്റ്റ് വൺ ഇതിൽ എന്താണ് ഫസ്റ്റും ലാസ്റ്റും കൊടുത്തിരിക്കുന്നത് സെയിം ലെറ്റേഴ്സ് തന്നെയാണ്. ഓക്കെ. ലാസ്റ്റ് ഇടയിലുള്ള ലെറ്റേഴ്സ് മാത്രം ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ഫസ്റ്റ് വേർഡ് അഡ്ജക്റ്റീവ് ആണ് വേർഡ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അഡ്ജക്റ്റീവ് AJCEDIVT ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് സ്പെല്ലിംഗ് അഡ്ജക്റ്റീവ് ആണ്. ADJECTIVE അഡ്ജക്റ്റീവ്. ഓക്കെ. നമ്മള് പറഞ്ഞതുമാണ്, ഹോംവർക്ക് ചെയ്ത് എല്ലാവരും സെൻഡ് ചെയ്തതുമാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ. സെബിൻ സോറി അഷിൻ, why are you off your video, Ashin? Okay. Then pronoun. Next one is pronoun. 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 Okay. PNOURON ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് pronoun ആണ്. PRONOUN. Pronoun. Okay. Then noun. 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 Then verb അല്ലേ, അത് നോക്കുക ഫസ്റ്റും ലാസ്റ്റും ഉള്ള ലെറ്റേഴ്സ് സെയിം ആണ് അല്ലേ, ഇടയിലുള്ള ലെറ്റേഴ്സ് മാത്രമാണ് ഷഫിൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. VERB വെർബ്. ഓക്കെ. VREB ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ VERB എന്നാണ് വെർബ്. ഓക്കെ. ദെൻ adverb. നെക്സ്റ്റ് വൺ ഈസ് adverb. വെർബ് adverb. ഓക്കെ. ADVERB. adverb. ദെൻ preposition. preposition ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് തെറ്റാണ്. PREPOSITION. preposition. Okay. Then നമുക്കിനി ഇതിൽ ആർക്കും ഇനി ഡൗട്ട് ഇല്ലല്ലോ, എല്ലാവരും ചെയ്തിട്ടില്ലേ? കറക്റ്റ് സ്പെല്ലിംഗ് അല്ലേ? ഓക്കെ. സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ഓക്കെ. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് ഏതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത്? ഒന്ന് നോക്കി ഏതാണെന്ന്. ഷെഫി ഏതാണ് മോളെ? ഷെഫി ഒന്ന് പറഞ്ഞ മോളെ, അൺമ്യൂട്ട് ചെയ്തിട്ട്. അതായത് ഓഡ് വൺ ഔട്ട് അല്ലേ? ഓഡ് വൺ ഔട്ട് അല്ലേ ഉള്ളത്? ഓക്കെ. ഓഡ് വൺ ഔട്ട് തന്നെയല്ലേ മോളെ ദേവപ്രിയ? ഇല്ല അല്ലേ? ആ ഓക്കെ. മിസ്സിന്റെ അടുത്ത് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത് തന്നെയാണല്ലോ എന്ന്. ഓക്കെ. ദെൻ ഓഡ് വൺ ഔട്ട് അല്ലേ? ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് അറിയാലോ, ചെയ്തിട്ടുണ്ടാവില്ലേ?
പണ്ട് നമ്മള് ചെറിയ ക്ലാസ്സിൽ തൊട്ടേ ചെയ്യുന്നതാണ് അല്ലേ? ഒറ്റയാനെ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മള് ചെറിയ ക്ലാസ്സിൽ ചെയ്യാറുണ്ട് അല്ലേ? അതാണിത് ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, എല്ലാത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ദെൻ നോക്കുക ഫസ്റ്റ് വൺ. ആദിദേവേ ഒന്ന് വായിച്ചു മോനെ. ആദിദേവേ ഫസ്റ്റ് വൺ. മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ലേ മോനെ? പറ്റുന്നില്ല. ഓക്കെ, ആയില്ലേ ആദിദേവേ? Yes. ഓക്കെ, Jupiter, Neptune, Mercury, Sun, Saturn. സാറ്റേൺ. ഓക്കെ, ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, മെർക്കുറി, സൺ ആൻഡ് സാറ്റേൺ അല്ലേ? ഓക്കെ, ഇതൊക്കെ എന്താണ് മോനെ? ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, മെർക്കുറി, സാറ്റേൺ ഇതൊക്കെ എന്താണ്? ഗ്രഹങ്ങള്. ഓക്കെ, they are the planets in solar system അല്ലേ? സോളാർ സിസ്റ്റമിലുള്ള പ്ലാനറ്റ്സ് ആണ്. ഓക്കെ, പക്ഷെ ഒന്ന് മാത്രം അല്ല അല്ലേ? ഏതാണ്? Sun. സൺ ഈസ് ദ ആൻസർ അല്ലേ? ബാക്കിയൊക്കെ എന്താണ്? പ്ലാനറ്റ്സ് ആണ് അല്ലേ? ഇൻ സോളാർ സിസ്റ്റം അല്ലേ? ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, മെർക്കുറി, സാറ്റേൺ ആർ ദ പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം. ഓക്കെ, ദ ഓഡ് വൺ ഈസ് സൺ. ഓക്കെ, സണ്ണ് അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? Yes. അത് നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഒന്ന് ആദിദേവ് വായിച്ചു മോനെ. അതിലേതാണ് ഓഡ് വൺ നമുക്ക് കണ്ടുപിടിക്കാലോ? ഒന്ന് വായിച്ചേ. Mississippi, Kaveri, Tekyo, Ganga, ഹുവാങ്ഹോ അല്ലേ? ഓക്കെ, മിസിസിപ്പി, കാവേരി, ടോക്കിയോ, ഗംഗ, ഹുവാങ്ഹോ. ഓക്കെ, ഹുവാങ്ഹോ ഉണ്ട്, മിസിസിപ്പി ഉണ്ട്, കാവേരി ഉണ്ട്, ഗംഗ ഉണ്ട്, ടോക്കിയോ. ഏതായിരിക്കും ആൻസർ? Tokyo. ടോക്കിയോ അല്ലേ? വൈ? എന്തുകൊണ്ടാണ് മോനെ? ബാക്കിയുള്ളതെല്ലാം നദികളാണ്. ആ, ഗുഡ്. മറ്റേതൊക്കെ എന്താണ്? നദികളാണ് അല്ലേ? റിവേഴ്സ് ആണ്. മിസിസിപ്പി, കാവേരി, ഗംഗ, ഹുവാങ്ഹോ ഇതൊക്കെ എന്താണ്? റിവേഴ്സ് ആണ്. ബട്ട് ടോക്കിയോ എന്താണ് മോനെ? ആദിദേവേ, Tokyo is city in Japan അല്ലേ? It's the capital city of Japan. Tokyo is the capital of Japan. Okay, Tokyo is a city and others are rivers. Okay, അപ്പൊ ടോക്കിയോ റൗണ്ട് ചെയ്യാ. ടോക്കിയോ ആണ് അതിലുള്ള ഓഡ് വൺ. ഓക്കെ, ഇനി ആരാ? മുഹമ്മദ് ഷംബീലെ. ഷംബീൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഓക്കെ, വായിച്ചോ. ബംഗ്ലാദേശ്, കാനഡ, പെറു, ഉഗാണ്ട, ആഫ്രിക്ക. ഓക്കെ, which one is odd one മോനെ? ആഫ്രിക്ക. Africa. Why? Why Africa is odd one? നോക്ക, എല്ലാം ഒന്ന് നോക്ക. ബംഗ്ലാദേശ്, കാനഡ, പെറു, ഉഗാണ്ട, ആഫ്രിക്ക. ആഫ്രിക്ക എന്ന ആൻസർ പറഞ്ഞു. വൈ ആഫ്രിക്ക? ആഫ്രിക്ക എന്നുള്ള ആൻസർ എങ്ങനെ കിട്ടി? മറ്റുള്ളതിന്റെ ഒക്കെ ഡിഫറൻസ് അറിയാതെ എങ്ങനെയാണ് ആഫ്രിക്ക എന്നുള്ള ആൻസർ കിട്ടിയത് മോനെ ഷംവി? അൺമ്യൂട്ട് ചെയ്യരുത്, മ്യൂട്ട് ചെയ്യരുത്, അൺമ്യൂട്ട് ചെയ്ത് മോനെ. അൺമ്യൂട്ട് ചെയ്തേ ഷംവിൽ. Okay, tell me, how do you get the answer? നമ്മളൊരു ആൻസർ പറയുമ്പോൾ നമുക്കത് കിട്ടിയ ഒരു മെത്തേഡ് ഉണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് ഓഡ് വൺ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തിനാണ് ഡിഫറൻസ് അറിയാതെ, എന്താണ് മറ്റുള്ളത് ഏതാണ് എന്താണെന്ന് അറിയാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഷംവീലിന് ആൻസർ എവിടുന്ന് കിട്ടി?
Where did you get the answer? Tell me fast. Don't waste our time. എവിടുന്നാണ് ആൻസർ കിട്ടിയത് മോനെ? വേഗം പറയൂ, ആരാണ് ആൻസർ പറഞ്ഞത്? പറയൂ ഷംവീൽ, നമ്മുടെ ടൈം കളയരുത്. പഴയ ബുക്കാണ് യൂസ് ചെയ്യുന്നത് ഷംവീൽ? നോ. ഓക്കെ. എവിടുന്നാണ് ആൻസർ കിട്ടിയത്? Who told you Africa is the right answer? സ്വയം കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? ബംഗ്ലാദേശ് ഉണ്ട്, കാനഡ ഉണ്ട്, പെറു, ഉഗാണ്ട, ആഫ്രിക്ക. ഇതിൽ ആഫ്രിക്ക തന്നെയാണ് ആൻസർ എന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? Which method you used to choose the Africa is right answer? എങ്ങനെ കണ്ടുപിടിച്ചു മുഹമ്മദ് ഷംവീൽ? ഓക്കെ, അപ്പൊ ആൻസർ കണ്ടുപിടിക്കുമ്പോ അത് എന്തുകൊണ്ടാണ് ആഫ്രിക്ക ആൻസർ ആവുന്നതും കൂടി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറ്റൂ. ഷംവീല് ആൻസർ പറഞ്ഞു, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഷംവീലിനോട് പറയുന്ന ആഫ്രിക്ക അല്ല ആൻസർ ബംഗ്ലാദേശ് ആണെന്ന് പറഞ്ഞാൽ ഷംവീൽ എന്ത് പറയും? എന്ത് പറയും? ഫോർത്തല്ലേ? വേണ്ട, ഇല്ല, എന്റെ മനസ്സിലുണ്ട് പകുതി. ഓക്കെ ഷംവീലേ, ആൻസർ കറക്റ്റ് ആണ്. ആഫ്രിക്കയാണ് റൈറ്റ് ആൻസർ. ബിക്കോസ് others are countries and Africa is a continent. Okay, continents പഠിക്കുന്നില്ലേ? കോണ്ടിനെന്റ്സ് അറിയില്ലേ? കോണ്ടിനെന്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോ ആഫ്രിക്ക എന്താണ്? കോണ്ടിനെന്റ് ആണ്. ബംഗ്ലാദേശും കാനഡയും പെറും ഉഗാണ്ടയും ഒക്കെ രാജ്യങ്ങളാണ്. ഓൺലി ആഫ്രിക്ക ഇസ് എ കോണ്ടിനെന്റ് അല്ലേ? ആഫ്രിക്കയും അന്റാർട്ടിക്കയും ഏഷ്യയും ഒക്കെ പോലെ കോണ്ടിനെന്റ്സിലുള്ള രാജ്യങ്ങളാണ് മറ്റുള്ളതൊക്കെ. ആഫ്രിക്ക മാത്രം എന്താണ്? ഒരു കോണ്ടിനെന്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുമ്പോ എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് അറിയാതെ നമുക്ക് ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറ്റില്ല ഷംവീലെ. അപ്പോ ആൻസർ ഫൗണ്ട് ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷെ എങ്ങനെയാണ് ആൻസർ കിട്ടിയതെന്നും കൂടെ അറിയണം. ഓക്കെ, ഇതിന് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് അറിയാതെ മറ്റുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ ദേവ് പറഞ്ഞു മിസിസിപ്പി, കാവേരി, ഗംഗ, ഹുവാഹോ, ടോക്കിയോ. ടോക്കിയോ ആണ് ഓഡ് വൺ എന്ന് പറഞ്ഞു. അപ്പോ റീസൺ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു മറ്റുള്ളതൊക്കെ റിവേഴ്സ് ആണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഓഡ് വൺ കണ്ടുപിടിക്കുക. അതേഴ്സ് ഒക്കെ എന്താണെന്ന് അറിയണം, ഇതൊക്കെ എന്താണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, നോ പ്രോബ്ലം ഷംവീലെ. ആഫ്രിക്കയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. സൂര്യദേവേ വായിച്ചു മോനെ നെക്സ്റ്റ് വൺ. റുപ്പി, ഡോളർ, യെൻ, പൗണ്ട്, റൈസ്, റുപ്പി. ഇതിൽ ഏതാണ് മോനെ ഓഡ് വൺ? അറിയില്ല അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. ആർക്കാ അറിയാ? ആർക്കെങ്കിലും അറിയോ ഏതാണ് ആൻസർ എന്ന്? ഓക്കെ, നമുക്ക് കൃപ മേരിയോട് ചോദിക്കാം. കൃപ അൺമ്യൂട്ട് ചെയ്ത് മോളെ. അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ, റൈസ് ആണ് ആൻസർ കേട്ടോ സൂര്യദേവേ. റൈസ് ആണ് ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ് മോളെ റൈസ്? മറ്റുള്ളതൊക്കെ എന്താണ്? ഓക്കെ, ബാക്കിയെല്ലാം റുപ്പിയാണെന്നല്ല, അതൊക്കെ മണിയാണ് അല്ലേ? അതൊക്കെ മണിയുടെ ഡിഫറെന്റ് വേർഷൻസ് ആണ് അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ റുപ്പിയാണ് അല്ലെ?
അമേരിക്കയിൽ ഡോളർ ആണ് അല്ലെ. അങ്ങനെ ഓരോ രാജ്യങ്ങളില് എന്താണ് ഡിഫറെന്റ് നെയിമിലാണ് നമ്മുടെ മണി അറിയപ്പെടുക അല്ലെ. അപ്പൊ എന്താണ് റൈസ് എന്താണ് റൈസ് ഒരു മണിയുടെ വേർഷൻ അല്ല അല്ലെ. ഓക്കെ, അപ്പൊ റൈസ് ആണ് കറക്റ്റ് ആൻസർ. മറ്റുള്ളതൊക്കെ എന്താണ് കേട്ടോ മോനെ സൂര്യദേവേ? മറ്റുള്ളതൊക്കെ മണിയുടെ വേർഷൻസ് ആണ് അല്ലെ. ഡോളറിന് അമേരിക്കയിൽ പറയും അല്ലെ, yen പൗണ്ട് റുപ്പിന്ന് നമ്മുടെ ഇന്ത്യയിൽ പറയും. അങ്ങനെ മണി വേർഷൻസ് ആണ് അതൊക്കെ. റൈസ് മാത്രം അല്ല അല്ലെ. ഓക്കെ, അപ്പൊ റൈസ് ആണ് അതില് റൗണ്ട് ചെയ്യുക. റൈസ് ആണ് ഓഡ് വൺ. ഓക്കെ, ദെൻ ഷെഫി വായിച്ചു മോളെ നെക്സ്റ്റ് വൺ. ഷെഫി അൺമ്യൂട്ട് ആയില്ലേ മോളെ? ഒന്ന് നോക്കി മോളെ. ഓക്കെ, ടെന്നീസൺ, ഓക്കെ, ഡിക്സൺ, ഓക്കെ, ഡിക്കൻസ്. ഓക്കെ, ഡിക്സൺ നോട്ട് അക്ബർ, ഡിക്കൻസ്. ഓക്കെ, അക്ബർ, പ്രേംചന്ദ്, ഓക്കെ, ഷേക്സ്പിയർ. ഷേക്സ്പിയർ. ഓക്കെ, വായിക്കാൻ കിട്ടാത്തതൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. വായിക്കാൻ കിട്ടുന്നില്ല എന്ന് കരുതി ടെൻഷൻ ആവോ ഒന്നും വേണ്ട. വലിയ വേർഡ്സ് ആണ് ഓരോന്നൊക്കെ, ചിലപ്പോ നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അത് നമ്മള് പതുക്കെ പതുക്കെ പഠിക്കും. വായിക്കാൻ കിട്ടാത്തതൊന്നും ആരുടെയും ഫോൾട്ട് ഒന്നും അല്ലാതെ നമ്മള് പഠിച്ചാവുമ്പോ ശരിയാവും. ഓക്കെ, ഇനി വായിക്കാൻ പറയുമ്പോ കിട്ടുന്നില്ല എന്ന് കരുതി വിഷമിക്കണ്ട. കിട്ടുന്നില്ലെങ്കിൽ ടെസ്റ്റോടല്ല ഞാൻ പറയുന്നത്, എല്ലാരോടും കൂടെ പറയുന്നത്. കിട്ടുന്നില്ല എന്ന് പറയുന്നോണ്ട് ഒന്നുമില്ല കേട്ടാ. ഓക്കെ, ടെന്നിസൺ, ഡിക്കൻസ്, അക്ബർ, പ്രേംചന്ദ് ആൻഡ് ഷേക്സ്പിയർ. വിച്ച് വൺ ഈസ് ദ ഓഡ് വൺ മോളെ ഷെഫി? ഏതായിരിക്കാം അതിൽ ഓഡ് വൺ? ഏതായിരിക്കാം? ഷേക്സ്പിയർ. ഷേക്സ്പിയർ ആണോ? നോ, ഷേക്സ്പിയർ അല്ല മോളെ ആൻസർ. നോ പ്രോബ്ലം. ആർക്കറിയാ ഏതാണ് ഓഡ് വൺ? ആർക്കെങ്കിലും അറിയോ? ഒരു പേരും നമുക്ക് പരിചയമില്ല അല്ലെ. ഷേക്സ്പിയർ, അക്ബറും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ടെന്നിസണും ഡിക്കൻസും പ്രേംചന്ദും ഒക്കെ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത പേരാണ് അല്ലേ. ആ, ആർക്കറിയാം? ആദിദേവ് അറിയാന്ന് പറയുന്നുണ്ട്. നമുക്ക് ആദിദേവിനോട് ചോദിക്കാം. ആദിദേവ് പറയുമോനെ. അക്ബർ പഴയകാലത്തെ ചക്രവർത്തിയാണ്. ആ, ഓക്കെ. മറ്റതൊക്കെ എന്താണ് മോനെ? അതർ വൺസ്? എഴുത്തുകാരി. ആ, ഓക്കെ, റൈറ്റ് ആൻസർ. അതേഴ്സ് ഒക്കെ എന്താണ്? അതൊക്കെ ഓരോ റൈറ്റേഴ്സും പോയിറ്റേഴ്സും ഒക്കെയാണ്. ഓക്കെ, ടെന്നിസൺ, ഡിക്കൻസ്, പ്രേംചന്ദ്, ഷേക്സ്പിയർ ഒക്കെ എന്താണ്? ഷേക്സ്പിയർ ഒക്കെ ഡ്രാമയൊക്കെ റൈറ്റ് ചെയ്യുന്ന റൈറ്റർ ആണ് അല്ലേ. ആൻഡ് ടെന്നിസൺ ഒക്കെ പോയിറ്റർ ആണ്. അങ്ങനെ മറ്റുള്ളതൊക്കെ എഴുത്തുകാരാണ് അല്ലേ. ദെൻ അക്ബർ ഈസ് എ മുഗൾ എംപറർ ഇൻ ഓൾഡ് ഡൈനാസ്റ്റി അല്ലേ. പണ്ടത്തെ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. ഓക്കെ, അപ്പോ അക്ബർ ആണ് ഓഡ് വൺ. ഓക്കെ, മറ്റുള്ളതൊക്കെ എന്താണ്? മറ്റുള്ളതൊക്കെ റൈറ്റേഴ്സ് പോയിറ്റേഴ്സ് ഒക്കെയാണ്. അക്ബർ ഈസ് എ മുഗൾ എംപറർ. ഓക്കെ, ഓക്കെ, ദെൻ ദേവാഞ്ജന അടുത്തത് വായിച്ചു മോളെ. നെക്സ്റ്റ് വൺ. കോഹിമ, ഗുവാഹത്തി, റൈപൂർ, ദിഹാഡൻ, റാഞ്ചി. റാഞ്ചി അല്ലേ. കോഹിമ, ഗുവാഹത്തി, റായ്പൂർ, ഡെറാഡൂൺ ആൻഡ്
റാഞ്ചി. ഓക്കെ, ഇതില് ഏതാണ് മോളെ ഓഡ് വൺ? റൈപൂർ. റായ്പൂർ ആണോ ആൻസർ? റായ്പൂർ ആണോ ആൻസർ? ആർക്കാ അറിയാം? ആർക്കും അറിയില്ല? ഓക്കെ, അപ്പൊ ഇന്ന് എന്താ വേണ്ടേന്ന് വെച്ചാല് കൊറേയൊക്കെ നമുക്ക് അറിയുന്നതുണ്ടല്ലേ. അപ്പൊ ഇന്ന് നിങ്ങള് ഇത് കണ്ടുപിടിക്കണം ഏതാണ് ഇതില് ഓഡ് വൺ എന്നുള്ളത്. ഓക്കെ, ആദ്യം കുറെ എണ്ണം നമ്മൾ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ എല്ലാം പറഞ്ഞു തന്നാലും നമ്മൾ എന്താക്കും? ഇത് എന്താണ് ഏതാണെന്ന് നമ്മൾ അറിയില്ല. അതിന്റെ ആൻസർ ഗുവാഹത്തിയാണ് ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഗുവാഹത്തി ആൻസർ വരുന്നതെന്ന് ഫൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഗുവാഹത്തി എന്തുകൊണ്ടാണ്, ബാക്കിയൊക്കെ എന്താണെന്നുള്ളത് ആരോടെങ്കിലും ചോദിച്ചിട്ടോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടോ വൈ ഗുവാഹത്തി ആൻഡ് അതേഴ്സ്, കോഹിമ, റായ്പൂർ, ഡെറാഡൂൺ, റാഞ്ചി, എന്തുകൊണ്ടാണ് ഗുവാഹത്തി, ബാക്കിയൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഫൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട്. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് നോക്കുക ആദ്യം. എന്താണ് കോഹിമ, എന്താണ് ഗുവാഹത്തി, റായ്പൂർ, ഡെറാഡൂൺ, റാഞ്ചി ഒക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാം. അതൊന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം അല്ലെ. അത് വളരെ ഈസിയാണ്, അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, വെരി ഈസി. ദേവാഞ്ജന മോളെ അതൊന്ന് വായിച്ചു മോളെ. പഞ്ചാബ്, ഹരിയാന, മിസോറാം, കേരള, ഊട്ടി. ഓക്കെ, ഇതിലേതാണ് ഓഡ് വൺ? കേരള. കേരള. വൈ? ഊട്ടി. ഊട്ടി. എന്തുകൊണ്ടാണ് ഊട്ടി? ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ആണ്, അതൊരു പാർക്ക് പോലത്തെ ഇതാണ്. ഓക്കെ, ബാക്കി എല്ലാം സ്റ്റേറ്റ് ആണ്. ഊട്ടി എന്താണ്? ഒരു സിറ്റി ആണ് അല്ലേ. നമ്മള് ടൂറൊക്കെ പോകുന്ന പ്ലേസ് ആണ് അല്ലേ. അതൊരു ടൗൺ ആണ്. ഊട്ടി ഈസ് എ ടൗൺ. ഓക്കെ, നോട്ട് എ സ്റ്റേറ്റ്. അപ്പൊ എന്താണ്? പഞ്ചാബ്, ഹരിയാന, മിസോറാം, കേരള ഇതൊക്കെ എന്താണ്? ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഊട്ടി ഈസ് ദ റൈറ്റ് ആൻസർ ബിക്കോസ് ഓഫ് ഊട്ടി ഈസ് എ സിറ്റി ഓർ എ ടൗൺ. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അതും വളരെ ഈസിയാണ്. അബ്ദുൾ ബാസിദ്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, വായിക്കൂ നെക്സ്റ്റ് വൺ. ഹോളി, ദിവാലി, പൊങ്കൽ, ഓണം, കഥക്. ഓക്കെ, ഹോളി, ദിവാലി, പൊങ്കൽ, ഓണം, കഥക്. ഇതിലേതാണ് മോനെ റൈറ്റ് ആൻസർ? ദാറ്റ് മീൻസ് ഓഡ് വൺ. ഏതായിരിക്കാം ഓഡ് വൺ? അറിയില്ല. ഓക്കെ, ആർക്കാണ് അറിയാ? ഓക്കെ, ഷംവീൽ പറയൂ. ഷംവീൽ. അൺമ്യൂട്ട് ചെയ്ത് മോനെ. കഥക്. വൈ? ബാക്കി ഫുള്ളും ഫെസ്റ്റിവൽ. ഓക്കെ, കഥക്. കഥക് ഈസ് കഥക് എന്താണ്? കഥക് ഈസ് എ ഡാൻസ് ഫോം. ഓക്കെ, കഥക് എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോം ആണ്. ബട്ട് ഹോലി, ദിവാലി, പൊങ്കൽ, ഓണം ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫെസ്റ്റിവൽസ് ആണ് അല്ലേ. ഇതൊക്കെ ഓരോ ഫെസ്റ്റിവൽസ് ആണ്. കഥക് മാത്രം എന്താണ്? ദാറ്റ്സ് എ ഡാൻസ് ഫോം. ഓക്കെ, then ശ്രീദേവേ.
അടുത്തത് വായിച്ചു മോനെ ശ്രീദേവ്. Violin, Odissi, Kathak, Mohiniyattam, Manipuri. Then Violin. violin. Why? എന്തുകൊണ്ടാണ്? ഓക്കെ, ബാക്കിയൊക്കെ ഓരോ ഡാൻസ് ഫോംസ് ആണ്. ബട്ട് വയലിൻ മാത്രം ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, വയലിൻ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഡാൻസ് ഫോംസ് ആണ് അല്ലേ? വയലിൻ, ഒഡീസി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി. ഓക്കെ, വയലിൻ ഈസ് ദ ആൻസർ. ഒഡീസി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി ഈസ് ഡാൻസ് ഫോംസ്. ഓക്കെ, ഇതൊക്കെ ഡാൻസ് ഫോം ആണ്. ദെൻ ഇനി നോക്കുക, നെക്സ്റ്റ് വൺ, ഹിമാലയാസ്, റോക്കീസ്, യുറൽസ്, ആൽപ്സ്, മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ ഫൗണ്ട് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളത്. ബാക്കിയൊക്കെ ഈസിയാണ്. ഹിമാലയാസ്, റോക്കീസ്, യുറൽസ്, ആൽപ്സ്, മൗണ്ട് എവറസ്റ്റ്, ഇതൊക്കെ എന്താണെന്ന് ആദ്യം ഫൗണ്ട് ചെയ്യാം. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്തായിരിക്കാൻ ചാൻസ്? ഹിമാലയം, റോക്കീസും, യുറൽസും, ആൽപ്സും ഒക്കെ എന്താണ് അറിയോ? ഓക്കെ, ആർക്കാ അറിയാം ആൻസർ? ആർക്കെങ്കിലും അറിയോ ആൻസർ? ആദിദേവിന് അറിയാമോ? ആദിദേവ്? ഓക്കെ, ആഗ്നസ് പറയുന്നുണ്ട്. നമുക്ക് ആഗ്നസിനോട് ചോദിച്ചു നോക്കാം. അറിയുമോളെ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. വീച്ച്? എന്താണ് ഞാനിപ്പോ ചോദിച്ചത്? ആഗ്നസ് എവിടെയാണ് ആഗ്നസ്? ഓക്കെ, മോഹിനിയാട്ടം പറഞ്ഞു. എന്തിന്റെ ആൻസർ ആണ് മോഹിനിയാട്ടം മോളെ? പറയുന്നില്ലേ? ബാക്കിയൊക്കെ എവിടെയാണ്? ഒന്ന് വായിച്ചേ മോളിപ്പോ പറഞ്ഞത് ഏതാന്ന്? വയലിൻ, ഒഡീഷി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂർ. അതിന്റെ ആൻസർ ഏതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം. ബാക്കിയൊക്കെ എന്താണ്? Is it right? Are you heard about violin? Okay, violin എന്ന് കേട്ടിട്ടുണ്ടോ മോളെ? അപ്പോ ആഗ്നസ് ഇപ്പൊ ആൻസർ പറഞ്ഞതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുക? നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തതൊന്നും ആഗ്നസ് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മള് അതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആഗ്നസ് ഇപ്പൊ പറഞ്ഞതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഓക്കെ. വയലിൻ എന്താണ് മോളെ ആഗ്നസ്? എന്താണ് മോളെ വയലിൻ? പറഞ്ഞോളൂ, കേൾക്കാൻ പറ്റും മോളെ. ഓക്കെ, വയലിൻ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോ ബാക്കിയൊക്കെ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ് ആണെന്നല്ലേ? മോഹിനിയാട്ടമാണ് ആൻസർ. മറ്റുള്ളതൊക്കെ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ വയലിൻ എന്താണ്? സ്റ്റേറ്റ് ആണോ? ഒഡീസി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി ഇതൊക്കെ എന്താണ്? ഓക്കെ, അപ്പോ ക്ലാസ്സില് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിപ്പോ അതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോ അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ ആൻസർ എന്താണ്? വയലിൻ, ഒഡീസി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി
ഇതൊക്കെ എന്താണ്? വയലിൻ ആണ് അതിന്റെ ആൻസർ. ബിക്കോസ് വയലിൻ ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതേഴ്സ് ആർ ഡാൻസ് ഫോംസ്. ഓക്കെ, ഒഡീസി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി ഒക്കെ ഡാൻസ് ഫോംസ് ആണ്. ഓക്കെ, വയലിൻ ആണ് അതിന്റെ ആൻസർ. അതിന്റെ താഴെയുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്ന് വായിച്ചു മോളെ ആഗ്നസ്. Himalayas, ഓക്കെ, Rockies, RLS, യുറസ്, Alps, Alps, Mount Everest. okay. Which one is the odd one? Do you know? Okay, ആർക്കാ അറിയാം? ആദിദേവിന് അറിയാം. നമുക്ക് ആദിദേവ് എന്താ പറയുന്നത് നോക്കാം അല്ലെ. പറഞ്ഞു മോനെ ആദിദേവേ. Rockies. Rockies. Why? എന്തുകൊണ്ടാണ്? Rockies ഒരു പ്ലെയർ ഉണ്ട്. ബാക്കിയെല്ലാം മൗണ്ടെയിൻസ് ആ. റോക്കീസ് എന്താണ്? ഒരു പ്ലെയർ. ഓക്കെ, അപ്പോ നിങ്ങൾക്കിപ്പോ രണ്ട് വർക്കായി. ഒന്നാമത്തത് എന്താണ്? ഗുവാഹത്തി, കോഹിമ, ഗുവാഹത്തി, റായ്പൂർ, ഡെറാഡൂൺ, റാഞ്ചി. എന്തുകൊണ്ടാണ് ഗുവാഹത്തി അതിൽ ഓഡ് വൺ ആയതെന്ന് ഫൗണ്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇതും ഏതാണ്? ഹിമാലയാസ്, റോക്കീസ്, യുറസ്, ആൽപ്സ്, മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അപ്പോ ഇത് രണ്ടും ചെയ്യുമ്പോ എന്തുണ്ട്? ബാക്കിയൊക്കെ ഈസി ആണ്. ഇത് രണ്ടും ചെയ്യുമ്പോ നമുക്കറിയാൻ പറ്റും ഇതൊക്കെ എന്താണെന്നുള്ളത്. അപ്പോ നിങ്ങള് ഹിമാലയ, റോക്കീസ്, യുറസ്, ആൽപ്സ്, മൗണ്ട് എവറസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് സെർച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, ഫൗണ്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്തുകൊണ്ടാണ്, ഏതാണ് അതിന്റെ ആൻസർ? ആദിദേവ് പറഞ്ഞു റോക്കീസ് ആണെന്ന്, മറ്റേതിന്റെ ആൻസർ ഗുവാഹത്തി. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഓഡ് വൺ ആയത്? അപ്പോ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നത് ആവശ്യമാണ്. ഓക്കെ, ഈ മൗണ്ടൻസിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ്. എന്താണ് മോളെ? അതിന്റെ ആൻസർ റോക്കീസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, റോക്കീസ് ആണെന്ന് തോന്നുന്നുണ്ടോ? റോക്കീസ് ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താക്കും? അത് മാത്രം സെർച്ച് ചെയ്യൂ അല്ലെ, അതെന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാ ഇതൊക്കെ എന്താണെന്ന് നോക്കുക. ഹിമാലയാസ് ഒക്കെ നമുക്ക് അറിയാം, യൂറൽസ്, ആൽപ്സ് ഒക്കെ അറിയാമായിരിക്കും അല്ലെ, അറിയാമെന്നാണ് മിസ്സിന് തോന്നുന്നത്. അപ്പൊ ആൽപ്സ്, മൗണ്ട് എവറസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് നോക്കുക. ആൽപ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ ക്ലാസ്സില്? ആൽപ്സ് അറിയില്ല? ഓക്കെ, മൗണ്ട് എവറസ്റ്റ് അതൊക്കെ മൗണ്ടെയിൻസ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ച് മൗണ്ട് എവറസ്റ്റ് ഒക്കെ അറിയാം. അപ്പോ ഈ രണ്ട് വർക്ക് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഒന്നും എഴുതാനോ ചെയ്യാനോ ഇല്ല. ഇത് രണ്ടും കണ്ടുപിടിക്കുക. രണ്ടും റൗണ്ട് ചെയ്ത് വെച്ചോ. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ ആർക്കാണ് റൈറ്റ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കട്ടെ. ഇത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്താണ് കൊഹിമ, റായ്പൂർ, ഡെറാഡൂൺ, റാഞ്ചി ഇതൊക്കെ എന്താണെന്ന് ഫൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് അതിന്റെ ആൻസറും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾ കണ്ടുപിടിക്കുക. പക്ഷേ മറ്റുള്ളതൊക്കെ സിമ്പിൾ ആണ്. ഇനി വരാൻ പോകുന്ന രണ്ടെണ്ണം വെരി സിമ്പിൾ ആണ്. ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, മെർക്കുറി ഒക്കെ നമുക്കറിയാം പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം ആണ്. പിന്നെന്താണ് ആഫ്രിക്കയുടേതും അതും ഒക്കെ വളരെ ഈസിയാണ്. കോണ്ടിനെന്റ് ആണ്, കൺട്രീസ് ആണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. ദെൻ ഡോളർ, യെൻ, പൗണ്ട്, റൈസ്, റുപ്പി അതും ഈസിയാണ്. ടെന്നിസൺ, ഡിക്കൻസ്, അക്ബർ. അക്ബർ ഒരു ചക്രവർത്തിയാണെന്ന് നമ്മൾ പണ്ടേ അറിയാം അല്ലെ, നമ്മൾ അക്ബറിന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ വി നോ ദാറ്റ് അക്ബർ ഈസ് എ മുഗൾ എംപറർ. ഓക്കെ, ദെൻ കുറച്ച് ടഫ് എന്ന് തോന്നുന്നതാണ് കോഹിമയും ഗുവാഹത്തിയും വരുന്നതും, പിന്നെ ഹിമാലയ, റോക്കീസ്, യൂറൽസ്, ആൽപ്സ്, മൗണ്ടെയിൻസ്. ഇത് നിങ്ങൾക്ക് സോഷ്യലിലായാലും ആവശ്യമാണ് മൗണ്ടെയിൻസ്. ഓക്കെ, ദെൻ ഗുവാഹത്തി, റായ്പൂർ, ഡെറാഡൂൺ, റാഞ്ചി ഇതൊക്കെ എന്താണെന്ന്
കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് എന്തുകൊണ്ടാണ്